എല്ലാം വ്യാഴവും ചൊവ്വയും ഇവിടെ നമുക്ക് പച്ചക്കറി വരാറുണ്ട്. പിന്നെ ജീരകശാലയാണെങ്കിലും കൈമ റൈസ് ആണെങ്കിലും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ അപ്പം പുളിക്കാനുള്ള ഈസ്റ്റ്, അങ്ങനത്തെ വലിയ കുക്കറും കാര്യങ്ങളൊക്കെ, കരിക്ക് ഇതിപ്പോ വരുമ്പോ ഒരു 899. അതുകൊണ്ട് UK വന്നിട്ട് നാട്ടിലെ സാധനം മിസ് ചെയ്യുക നിങ്ങൾ പറയുവാണെങ്കിൽ ഈ ദുർഗാ സ്റ്റോറിൽ വന്നിട്ട് നിങ്ങൾ മിസ് ചെയ്യാന്ന് പറയണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ നുണ പറയാന്ന് ഓർക്കും. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വാറിംഗ്ടണിലോട്ട് താമസം മാറിയെങ്കിലും നമ്മളൊരു മലയാളി സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നും വന്നൊരു ഷോപ്പാണ് നമ്മുടെ ഷെഫീൽഡിലുള്ള ദുർഗാ സ്റ്റോർ. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഷോപ്പിൽ തന്നെ വന്നേന്നുള്ള കാരണം നിങ്ങൾക്ക് ആ ഷോപ്പിൻ്റെ അകത്ത് കയറുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഒന്ന് ഷോപ്പ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പം ഇതാണ് നമ്മുടെ ദുർഗാ സ്റ്റോർ. നമ്മൾ ഷെഫീൽഡിലുള്ളപ്പം നമ്മൾ സ്ഥിരം വന്നുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഒന്ന് കാണിച്ചു തരാം. ഷെഫീൽഡിലെ ക്രിക്കറ്റ് ടീം മൊത്തം ഈ കടയുടെ അകത്തുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ദൈവങ്ങളും നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഈ കുരിശ് വെച്ചിട്ടുള്ള വിളക്കുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ്. പിന്നെ പൂജ ഐറ്റംസ് എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ അത്യാവശ്യം പച്ചില മരുന്ന് അതുപോലുള്ള ഐറ്റംസ്, നമ്മുടെ നാട്ടിലെ വായുപുളിക വരെ ഇവിടെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് ഇതിൽ ഇല്ലാന്ന് തോന്നുകയാണ്, ഇതിൽ മിക്കാറും ഒന്നും ഇല്ലാതിരിക്കില്ല. അതിവിടെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഓണർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പുള്ളി അത് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും. പിന്നെ ചന്ദനത്തിരികളാണെങ്കിലും 1-2 അല്ലാട്ടോ 10-15 കമ്പനിയുടെ ചന്ദനത്തിരി ഉണ്ട്. പിന്നെ ഇത് ആയുർവേദിക്കിൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയറിയാം. പിന്നെ നമ്മുടെ തുളസി, കപ്പ് സിറപ്പ്, ഈ ഒരു സെക്ഷൻ ദൈവങ്ങൾക്ക് വേണ്ടി പുള്ളി കൊടുത്തേക്കുവാണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. വണ്ടിയിലേക്ക് ഒരു മലയാളി ടച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയണ നെറ്റിപ്പൊട്ടവും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ അശ്വിനി ഈ അച്ചാറുകൾ മാത്രം ഒന്ന് പറയാമോ? അച്ചാർ വരുന്നത് നമുക്ക് മെയിൻ ആയിട്ടും ബ്രാൻഡ്സ് പറയുന്നത് ബ്രാഹ്മിൻസ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാലാട്ട്, തിരുവോണം, മറിയാസ്, അതുകൊണ്ട് തന്നെ നാട്ടിൽ കാണുന്ന ഈസ്റ്റേണിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഫ്ലേവേഴ്സ് നമ്മുടെ വരുന്നുണ്ട്. പിന്നെ കിച്ചൺ ട്രഷേഴ്സും ഗ്രാൻഡ് മാസാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഫിഷ് പോലെ നമ്മുടെ അമ്മാസിന്റെ അച്ചാറുണ്ട്. അച്ചാസ് ഉണ്ട് അല്ലേ? ഇതിനൊക്കെ എത്രയാണ് വന്നാ? അത് വരുമ്പോൾ 499 അറേഞ്ച് വരും അല്ലേ? പിന്നെ ഈ സൈഡ് നോക്കുവാണെങ്കിൽ എന്തൊക്കെയുണ്ട്? പിയാസിന് ഇപ്പൊ നമുക്ക് വരുന്ന മെയിൻ ആയിട്ടുള്ള ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത് ഗാർലിക് ഉണ്ട്, നമ്മുടെ ഗുങ്കൂര ലീവ്സിന്റെ അച്ചാറുണ്ട്, പിന്നെ റെഡ് ചില്ലിയും റോസല്ല ലീവ്സിൽ വരുന്നുണ്ട്, ഒനിയൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ റെഡ് ചില്ലി പേസ്റ്റ്, ടൊമാറ്റോ, പുതിന ചട്നി, അതുപോലത്തെ ഡിഫറെന്റ് വെറൈറ്റീസ് നമ്മൾ വരുന്നത് കറന്റ്. ഇപ്പൊ നമ്മള് സാറാസിന്റെ ഈ പൊടികൾ നോക്കുവാണെങ്കിൽ സാറാസിന്റെ ഫിഷ് മപ്പാസ്, ഫിഷ് ഗ്രേവി, ഇതെല്ലാം വന്നത് 199 ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് രണ്ടെണ്ണം ഞാൻ ജസ്റ്റ് എടുത്ത് കാണിച്ചു എന്നുള്ളൂ. അതല്ലാതെ ഇവിടെ ബട്ടർ ചിക്കൻ ഉള്ളതുണ്ട്, ചിക്കൻ റോസ്റ്റിനുള്ള ഗ്രേവി, ഇത് ചിക്കൻ മസാല ഗ്രേവി മിക്സ്, ഇത് സാമ്പാർ, ഇത് നമ്മുടെ നാട്ടിലെ പിടിയും കോഴിക്കുള്ള സംഭവം, ചിക്കൻ വറുത്തത്, അങ്ങനെ ഇതെല്ലാം ഇതിന്റെ റേറ്റ് ആണെങ്കിലും വന്നത് 199 ആ ഒരു റേഞ്ച് ആണ്. പിന്നെ മലബാർ ഫിഷിന്റെ വന്നുണ്ട്, പിന്നെ ചിക്കൻ ടിക്ക വന്നുണ്ട്, അങ്ങനെ വെറൈറ്റീസ് ഓഫ്. ഇനി നമ്മൾ നട്ട്സ് നോക്കുവാണെങ്കിൽ നമുക്ക് പിസ്ത, ബദാം, കിസ്മിസ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റവും ഇവിടെ വന്നിട്ടുണ്ട്. ഇത്തിരി ഐറ്റം ഞാൻ മിസ് ചെയ്തുകൊണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലേക്കുള്ള കായം, ഇതൊക്കെ ഇപ്പോഴും നാട്ടിൽ നിന്ന് ആളുകൾ കൊണ്ടുവരുന്ന സംഭവമാണ് കായം. ഇതൊക്കെ ഇത് തന്നെ 2 ബ്രാൻഡിൻ്റെ കൂടെ ഉണ്ട്, 25 ഗ്രാമിൻ്റെ. പിന്നെ ഉലുവ, അതുപോലുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ നമ്മൾ അപ്പം പുളിക്കാനുള്ള ഈസ്റ്റ് കാര്യങ്ങൾ, പൈനാപ്പിൾ സ്ക്വാഷ് വന്നിട്ടുണ്ട്, ഫാഷൻ ഫ്രൂട്ട് വന്നിട്ടുണ്ട്, നറുനീണ്ടി വന്നിട്ടുണ്ട്, പിന്നെ ജിഞ്ചർ മിന്റ്, അങ്ങനെയുള്ള എല്ലാം. ഇതെല്ലാം എല്ലാത്തിനും ഒരു പ്രൊഡക്റ്റ് അല്ല കേട്ടോ, 4-5 പ്രൊഡക്റ്റ് വെച്ചിട്ടുണ്ട്. കാര്യം ഈ കടയിൽ വന്ന് കയറിയാൽ തന്നെയാണ്. ഇപ്പം ഞാനൊരു 10 ഐറ്റം പറയുകയാണെങ്കിൽ വേറെ 100 ഐറ്റം ഞാൻ പറയാത്തതുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് ഒന്ന് വാറിംഗ്ടണിൽ നിന്ന് ഷെഫീൽഡ് വന്നപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയെന്നുള്ളൂ. കുറച്ച് അരിപ്പൊടികളും കാര്യങ്ങളും എടുക്കണമായിരുന്നു, പുട്ടുപൊടി അതുപോലെ. അപ്പോൾ അതിൻ്റെ സെക്ഷനുകൾ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു വരുമ്പോൾ ഇവിടെ വരുന്ന മെയിനായിട്ട് സ്പൈസസും കാര്യങ്ങളാണ്. സ്പൈസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൾ വെറൈറ്റി സ്പൈസസ് ഉണ്ട്, ഏലക്ക, ഗ്രാമ്പു, കറുകപ്പട്ട, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ബിരിയാണി മസാല, പിന്നെ അതുകൂടാണ്ട് നമുക്ക് എല്ലാ ടൈപ്പ് പൊടികൾ, ഇപ്പോൾ മല്ലിപ്പൊടി ആവട്ടെ, മുളക് പൊടി ആവട്ടെ, മഞ്ഞപ്പൊടി, എല്ലാ ബ്രാൻഡ് ഓൾമോസ്റ്റ് നമ്മൾ ചെയ്യുന്ന ബ്രാൻഡ് കിച്ചൺ ട്രഷേഴ്സ് ഉണ്ട്, ബ്രാഹ്മിൻസ് ഉണ്ട്, നിറബറ, ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സിന്റെ പൊടികൾ നമുക്ക് വരാറുള്ളതാണ്. പിന്നെ അതോടെ തന്നെ നോർത്ത് ഇന്ത്യൻ ബ്രാൻഡ്സായ ഹീരാക്ക് നാട്ടിൽ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ചായപ്പൊടികൾ, കണ്ണൻദേവൻ, 2 എഡിഷൻസും AVT, അതുപോലെ തന്നെ ബ്രൂ, ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ചായപ്പൊടി ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റീസും, കാപ്പിപ്പൊടി, അതൊക്കെയാണ് ഇവിടെ വരുന്നത്. അതുകൂടാണ്ട് നമുക്ക് ഇവിടെ കടുക് കാര്യങ്ങൾ, ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് എന്ത് വേണമെങ്കിലും, ഉപ്പോട്ട് കർപ്പൂരം വരെ ഇവിടെ കിട്ടിയ കടയിലൊക്കെ വന്നു കഴിഞ്ഞാൽ കടുകും കാര്യങ്ങളും, ജീരകം, എള്ള്, ഇതൊക്കെ ഓൾമോസ്റ്റ് ഇവിടെ വരുന്നത് ഈ സെക്ഷനിൽ. നാട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാം ലീഡിംഗ് ബ്രാൻഡ്സിന്റെ പൊടികൾ എന്ന് വെച്ചാൽ പുട്ടുപൊടി ആവട്ടെ, അപ്പം, ദോശ, ഇഡ്ഡലി, പാലപ്പം, എല്ലാ പൊടികളും ഓൾമോസ്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ ബ്രാൻഡും നമുക്ക് മെയിനായിട്ട് ചെയ്യുന്നത് അജ്മിയാണ്. അജ്മിയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഓൾമോസ്റ്റ് വിറ്റുള്ള ടൈപ്പ് ബ്രാൻഡാണ്. കാര്യം കമ്പാരിറ്റീവ് അജ്മിയൊക്കെ വരുമ്പോൾ ഒരു 269 ആ റേറ്റൊക്കെയാണ് അജ്മിയുടെ പൊടികൾക്കൊക്കെ ഓൾമോസ്റ്റ് എല്ലാം വരുന്നത്. ഇപ്പം റൈസ് പൗഡർ ഉണ്ട് നമ്മുടെ പുട്ടുപൊടി, പത്തിരിപ്പൊടി, അപ്പം, ഇടിയപ്പൊക്കെയാണ് വരുന്നത്. പിന്നെ നമ്മൾ വേറെ ചെയ്യുന്ന ബ്രാൻഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഡബിൾ ഹോൾസ് ആണ്. ഡബിൾ ഹോൾസിൻ്റെ നമുക്ക് ഇഡ്ഡലി, ദോശ മിക്സ് വരുന്നുണ്ട്, ഇതും ആ റേഞ്ച് ഒക്കെ തന്നെയാണ്. പിന്നെ അതുകൂടാണ്ട് കിച്ചൺ ട്രഷേഴ്സിന്റെയും നമ്മൾ എല്ലാ പൊടികളും നമുക്ക് ഇവിടെ കറക്റ്റ്ലി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റോക്ക് ഓൾമോസ്റ്റ് എല്ലാ തേഴ്സ്ഡേസും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പൊടി തീർന്നു പോയാലും നമുക്ക് തേഴ്സ്ഡേ ആകുമ്പോഴേക്കും തിരിച്ചത് നമ്മൾ അപ്പോൾ തന്നെ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പെരിയാറാണ്. പെരിയാറൊക്കെ കമ്പാരിറ്റീവ്ലി ഓൾമോസ്റ്റ് ഏറ്റവും ചീപ്പസ്റ്റ് ബ്രാൻഡ്സ് ആണ് പെരിയാർ വരുന്നത്. പക്ഷേ ക്വാളിറ്റിയിൽ ജസ്റ്റ് ഇതില്ല, ഏറ്റവും നല്ല ക്വാളിറ്റി തന്നെയാണ്, ഏറ്റവും സെല്ലിംഗ് ആയിട്ടുള്ളതാണ്. കമ്പാരിറ്റീവ്ലി UK ഏറ്റവും ചീപ്പസ്റ്റ് എന്ന് പറയുമ്പോൾ പെരിയാറൊക്കെ വരുന്നത്. പെരിയാർ ഒരു 259
$249 റേഞ്ചിലാണ് പെരിയാറിന്റെ ബ്രാൻഡ്സ് ഒക്കെ വരുന്നത്. ഇത് നീള എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മുടെ പിന്നെ തിരുവോണം ഷോപ്പിൽ അവൈലബിൾ ഉള്ള മെയിൻ ബ്രാൻഡ് എന്ന് പറയുന്നത് ക്യാരി ബാഗ്സ് ആണ്. ക്യാരി ബാഗ്സ് ആണ് നമുക്ക് ഓൾമോസ്റ്റ് എപ്പോഴും ഓഫർ വരുന്നത്. ഇപ്പോൾ കറന്റ് ക്യാരി ബാഗ്സിന്റെ ഓഫർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക്. പക്ഷേ ക്യാരി ബാഗ്സ് റെഗുലർലി നമ്മുടെ ഓഫേഴ്സിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ക്യാരി ബാഗ്സിന്റെ എന്ത് 2 പ്രൊഡക്ട്സ് എടുത്താലും 2 പൊടികൾ എടുത്താലും ഒരു പൊടി ഫ്രീ. അതോടൊപ്പം തന്നെ ഈ സെക്ഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഓൾമോസ്റ്റ് എല്ലാ ലെൻറ്റിൽസും ഉണ്ട് ഇവിടെ. തൂർദാലാവട്ടെ, ഉറുദാലാവട്ടെ, മൂങ്ദാൽ, കടല, മറ്റേ ചെറുപയർ, പിന്നെ സാമ്പാർ പരിപ്പ്, നാടൻ ഗ്രീൻ പീസ്, പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ലെൻറ്റിൽസും നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. എല്ലാ സൈസിലും എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1 kg നമ്മൾ സ്റ്റാർട്ടിങ് 1 kg ആണ് നമ്മളെല്ലാത്തിനും ചെയ്യുന്നത്. മൺചട്ടി നമ്മുടെ നല്ല പീസസ് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇതിപ്പോൾ വരുമ്പോൾ ഒരു 899 1099 ആയിരുന്നു. നമുക്ക് ഇപ്പോൾ കറന്റ് നമ്മൾ 899 ആണ് ഇത് പോകുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഡ്യൂറബിൾ ആയിട്ടുള്ള സാധനമാണ്. മിക്ക കസ്റ്റമേഴ്സ് ഡിമാൻഡിങ് ആണ് ഇപ്പോൾ ഒക്കെ ഉള്ളത്. ഇതിന് നമുക്ക് വേറെ വെറൈറ്റീസ് വേറെ സൈസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ബ്ലാക്ക് കളറായാലും കുറച്ചൊരു വലിയ വട്ടം വരുന്നതും നമ്മുടെ ഉണ്ട് ഇപ്പോൾ കറന്റ്. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ കൊണ്ടുവരാൻ ഭയങ്കര വെയിറ്റും കാര്യങ്ങളാണ്. നമ്മൾ കൊണ്ടുവരാൻ പഠിക്കുന്ന കാര്യങ്ങളാണ്. മിക്സിയും അങ്ങനത്തെ വലിയ കുക്കറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്ന മോഡൽസ് ഏതാണെന്ന് വെച്ചാൽ നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇവിടെ UK അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് UK എക്സ്പോർട്ടിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാന്നുള്ളൂ. നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് വീഡിയോ, ബട്ടർഫ്ലൈയും, പിന്നെ നമ്മുടെ ബ്ലൂ ലീഫാണ് വരുന്നത്. പിന്നെ അതുകൂടാണ് ഇഡ്ലി പാത്രം, പിന്നെ നമ്മുടെ പ്രഷർ കുക്കർ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊക്കെ ഓൾമോസ്റ്റ് ഒരു 29 പൗണ്ട്, ഒരു 25-29 റേഞ്ചിലാണ് ഇത് ഓൾമോസ്റ്റ് ഒക്കെ വരുന്നത്. ഈ സെക്ഷനിൽ ഇരിക്കുന്ന പറയുന്നത് നമ്മുടെ മെയിൻ ആയിട്ടും നോർത്ത് ഇന്ത്യൻ സ്നാക്സ് ആണ്. നോർത്ത് ഇന്ത്യൻ സ്നാക്സ് എന്ന് പറയുമ്പോൾ ഹൽദിറാം ആണ് എല്ലാവരും മനസ്സിലേക്ക് ഓടിയിരുന്ന ആദ്യത്തെ ബ്രാൻഡ്. ഹൽദിറാമിന്റെ ഓൾമോസ്റ്റ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫ്ലേവേഴ്സും നമ്മുടെ ഇപ്പോൾ കറന്റ് ഇവിടെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. 149 ഇപ്പോൾ മിക്കപ്പോഴും ഹൽദിറാമിന് ഓഫർ ഉണ്ടാവാറുണ്ട്. മിക്കപ്പോഴും ഈ ബേൽപൂരി ആയാലും ഈ മൂങ്ദാലൊക്കെ ആയാലും 99 പീക്കൊക്കെയാണ് മിക്കപ്പോഴും ഓഫറിൽ ഉണ്ടാവാറുള്ളത്. BC എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. BC എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഓഫറുള്ള ബ്രാൻഡാണ്. BC നമ്മുടെ ഓൺ ഓഫേഴ്സ് ആണ്. ബൈ 1 get 1 ഫ്രീ എന്ന് പറയുന്നത് BC നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ജെയ്മിൻ്റെ ഓൾമോസ്റ്റ് ക്രേവിംഗ് വരുമ്പോൾ, സ്നാക്ക് ക്രേവിംഗ് വരുമ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ബ്രാൻഡ്സ് ആണ് ഇതൊക്കെ. ഇതിന്റെ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ പ്രൊഡക്ട്സും എപ്പോഴും അവൈലബിൾ ആണ്. നമ്മൾ കീപ്പ് ഓൺ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കെച്ചപ്സും കാര്യങ്ങളും നാട്ടിലെ തന്നെ ഫ്ലേവേർഡ് കെച്ചപ്സ്. കാര്യം ഇവിടുത്തെ ഫ്ലേവർ എന്ന് പറയുമ്പോൾ കെച്ചപ്പിന്റെ ഫ്ലേവർ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും നാട്ടിലെ ഫ്ലേവേഴ്സ് ആയിരിക്കും കുറച്ചുകൂടി പ്രിഫർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ. അപ്പോൾ എല്ലാവർക്കും മിക്സി തന്നെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കുന്നതിന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഇതിൽ ഇടിച്ച് കുത്തിയൊക്കെ എടുക്കാനായിരിക്കും താല്പര്യമുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വെറൈറ്റി അവൈലബിൾ ആണ്. ഇതിൻ്റെ തന്നെ വേറെ സ്റ്റീലിൽ വരുന്നുണ്ട്, നമുക്ക് കല്ലിൽ വരുന്നുണ്ട്. നല്ല ഹെവി ആയിട്ടുള്ള സാധനം ഉണ്ട്. കുറച്ച് ഫ്രൈയിങ് പാൻസ് ആയാലും നാട്ടിലെ ചട്ടി, ചീനച്ചട്ടി, തന്നെ ചെറിയ കുടങ്ങൾ, സ്റ്റീലിലെ കുടങ്ങൾ കാര്യങ്ങളും, ചെറിയ മറ്റേ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്ന പുട്ടിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ വരുന്നുണ്ട്. ഈ സൈഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചായയുടെ കൂടെയൊക്കെ നമ്മൾ ഒരു നേരം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് റസ്ക്കും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. റസ്ക്, പിന്നെ പാർലേജ്. ഓൾമോസ്റ്റ് ഇന്ത്യക്കാരെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് പാർലേജിയൊക്കെ നമുക്ക് എപ്പോഴും സ്റ്റോക്കിലുള്ളതാണ്. നമ്മൾ കറന്റ് പാർലേജിക്ക് ഒരു ഓഫർ ഉണ്ട്. 5 for 1 pound ആണ് നമ്മൾ പാർലേജിയുടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കപ്പലിന് മിഠായി, കടല മിഠായി, ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് മിഠായിസും നമുക്കൊരു നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് ഉണ്ടായ ടൈപ്സ് മിഠായിസ് ആയാലും കാര്യങ്ങളൊക്കെ ആയാലും ഇവിടെ അവൈലബിൾ ആണ്. ശർക്കര വരട്ടിയാലും അതുപോലെ തന്നെ എള്ളുണ്ടൊക്കെ ചെറിയ ബോട്ടിലായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്കുള്ളത് കേക്ക്സ് ആണ്. ക്രിസ്മസ് ആവണമെന്നില്ല വെയിറ്റ് ചെയ്യും കേക്ക്സ് കഴിക്കാനായാലും ഇവിടെ നേരത്തെ കേക്ക്സ് അവൈലബിൾ ആണ്. അത് നമ്മൾ ഏറ്റവും ഫ്രഷ് സ്റ്റോക്സ് ആണ് എപ്പോഴും ഉണ്ടാവുന്നത്. ഇതിൽ ഇപ്പോൾ കറന്റ് ഓഫേഴ്സ് റണ്ണിംഗ് ആണ്. ബൈ 1 get 1 ഫ്രീ എന്നൊരു ഓഫറാണ് ലൈറ്റ് ബ്രാൻഡ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ റൈസ് നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ രീതിയിലുള്ള ബസ്മതി റൈസ് നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ ജീരകശാല ആണെങ്കിലും കൈമ റൈസ് ആണെങ്കിലും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ മട്ട റൈസ് ഒക്കെ നോക്കുവാണെങ്കിൽ 10 കിലോയുടെ ബാഗ് 10 പൗണ്ടാണ് വന്നത്. ഓക്കെ, ഈ നിർമ്മലിൻ്റെ എല്ലാത്തിൻ്റെയും നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ. ഇതിൻ്റെ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നല്ല ഹ്യൂജ്, പിന്നെ 25 കിലോയുടെ ഉണ്ട്, 50 കിലോയുടെ ഉണ്ട്, 100 കിലോയുടെ വരെ ചാക്ക് നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ ഈ കടയിൽ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് പച്ചക്കറി എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, അതായത് എല്ലാം വ്യാഴവും ചൊവ്വയും ഇവിടെ നമുക്ക് പച്ചക്കറി വരാറുണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, നമുക്ക് വെള്ളരിക്ക, നാരങ്ങ, കോവയ്ക്ക, നെല്ലിക്ക, പിന്നെ ചെറുപയർ, പിന്നെ പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വഴുതനങ്ങ, മാങ്ങ. ഓക്കെ, മാങ്ങ ശരിക്കും നമ്മൾ വേറെ ഏതെങ്കിലും കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു 3 മുരിങ്ങാക്കോല് കാണും. ഇവിടെ ഒരു ബക്കറ്റ് നിറച്ച് മുരിങ്ങാക്കോല്, പിന്നെ ബീട്രൂട്ട്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, നാട്ടിലെ ഇഞ്ചി, പിന്നെ വെണ്ടയ്ക്ക, വഴുതനങ്ങ, പിന്നെ ഇത് ഇവിടുത്തെ ഒരു ഇത്, പിന്നെ എന്താ പറയുക, പാവയ്ക്ക, എല്ലാം നല്ല നല്ല ഹ്യൂജ് ക്വാളിറ്റി തന്നെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം നോക്കി സെലക്ട് ചെയ്ത് തന്നെ എടുക്കാം. പിന്നെ പഴങ്ങളാണെങ്കിലും ഇപ്പം മിക്ക കടയിൽ പോയാലും നമുക്ക് ശ്രീലങ്കൻ ഏത്തപ്പഴമാണ്. ആ ശ്രീലങ്കൻ ഏത്തപ്പഴം ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ നാടൻ ഏത്തയ്ക്ക. ഇപ്പോൾ ഇവിടേക്കും പിള്ളേരുണ്ടാവണവർക്കൊക്കെ ആണെങ്കിലും ഈ നാടൻ ഏത്തയ്ക്ക നോക്കി നടക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ നാടൻ ഏത്തയ്ക്ക അവൈലബിൾ ആണ്. പിന്നെ ഞാലിപ്പൂവൻ അവൈലബിൾ ആണ്. ഓക്കെ, ഞാലിപ്പൂവൻ, പടവലങ്ങയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ട്. എല്ലായിടത്തും ചെന്നാൽ ഓർണം തന്നെ 4 മുറിക്കലാണ് ഈ പടവലങ്ങയൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ കാണാറുള്ളത്. പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുണ്ട്. പിന്നെ പയറൊക്കെ ആണെങ്കിലും നല്ല പച്ച പയർ, പിന്നെ ചീര ആണെങ്കിലും പച്ച ചീരയുണ്ട്, ചുമന്ന ചീരയുണ്ട്. ഓക്കെ, പിന്നെ മുരിങ്ങയില ഇലകളാണെങ്കിലും അത്യാവശ്യം ബൾക്കായിട്ടുള്ള ഇലകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇത് ഈ ക്വാണ്ടിറ്റി നോക്കിയറിയാം. ഈ സൈഡ് ഫുള്ളും നിങ്ങൾക്ക് നോക്കിയറിയാം. പിന്നെ നമ്മുടെ നാട്ടിലെ കരിയേപ്പല അതും അത്യാവശ്യം നല്ല, ഇതെല്ലാം നല്ല അത്യാവശ്യം നല്ല നിറച്ച് തന്നെയുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് തന്നെ പേരയ്ക്ക, ഏറ്റവും കൂടുതൽ പ്രോട്ടീനുള്ള ഐറ്റം കേട്ടോ പേരയ്ക്ക. ഈ പേരയ്ക്ക അവൈലബിൾ ആണ്.
പിന്നെ വായല. ഓക്കെ, ഇന്ന് രാവിലേക്കടെ ഞാൻ ഇവിടെ വന്ന് വായല മേടിച്ചിട്ട് പോയേ ഉള്ളൂ. വായല എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ മേത്തി എന്ന് പറയുന്ന ഒരു ലീഫാണ്, ഞാൻ കൂട്ടിയിട്ടില്ല, പക്ഷെ ഇത് ഇവിടെ ഭയങ്കരമായിട്ട് ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം ആണ്. പിന്നെ മെയിനായിട്ട് പിന്നെ മാങ്ങയൊക്കെ ആണെങ്കിലും കണ്ടോ, നല്ല അത്യാവശ്യം നല്ല അടിപൊളി മാംഗോ പഴം ഉണ്ട് കേട്ടോ. 899 ആണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ മാംഗോക്ക് UK ഏറ്റവും വിലപിടിപ്പുള്ള സാധനമാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ 1 കിലോ മേടിച്ചത് 5 പൗണ്ടിനാണ്. ഇത് ഏകദേശം 2 കിലോയുടെ മേളിലുണ്ട്. പിന്നെ നമ്മുടെ കരിമ്പ്, പിന്നെ ഇത് അത്യാവശ്യം നല്ല കരിക്ക്, ഇതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഫ്രോസൺ ഫുഡ് വരുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് UK ഒത്തിരി ബാച്ചിലേഴ്സിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ജാക്മിയുടെ. എല്ലാ ഐറ്റം വന്നിട്ടുണ്ടെന്നുള്ളതാണ്, A to Z. ഇതിൽ ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് കപ്പപ്പുഴുക്ക് വന്നിട്ടുണ്ട്, പാൽക്കപ്പ വന്നിട്ടുണ്ട്, ചുമലച്ചീര വന്നിട്ടുണ്ട്, പിന്നെ സാമ്പാർ വന്നിട്ടുണ്ട്, ലഡു വന്നിട്ടുണ്ട്, പരിപ്പ് വട, ഞാൻ എല്ലാം എടുത്ത് കാണിക്കുന്നില്ല. ഓക്കെ, പിന്നെ ഉണ്ണിയപ്പം, നമ്മുടെ ചക്കയുടെ ഉഴുന്നുവട, പഴംപൊരി, പുട്ടും കടലയും, പിന്നെ പഴം ബോയിൽഡ്, പിന്നെ സുയ്യൻ, ഇലയട, പിന്നെ ഇടിയപ്പം. കാര്യം നമ്മൾ ഷെഫീൽഡിലുള്ളപ്പം നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ദുർഗ സ്റ്റോർ. പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ വെറൈറ്റീസ് ഓഫ് ചപ്പാത്തി, സമൂസയൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുവാണെങ്കിൽ 28 പീസുള്ള സമൂസ കേട്ടോ. അങ്ങനെ സമൂസ അവൈലബിൾ ആണ്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചപ്പാത്തീസും പിന്നെ ഗോതമ്പ് പൊറോട്ടയും അവൈലബിൾ ആണ്. ഇതിപ്പോൾ പാലപ്പാണ്. ഇതുപോലെ തന്നെ ഇടിയപ്പവും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ നാട്ടിലെ കാറ്ററിംഗ് പൊറോട്ട ഇവിടെ അവൈലബിൾ ആട്ടോ. സാധാരണ എല്ലായിടത്തും പോകുമ്പോൾ ഇത്രയും സ്റ്റോക്ക് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു ഫ്രിഡ്ജ് നിറച്ചും പൊറോട്ടയുടെ സെക്ഷനാണ്. അവിയൽ കഷ്ണം, നമ്മുടെ നാട്ടിലെ ഈവൻ ചക്കപ്പഴം വരെ നമുക്കിപ്പോൾ ഇവിടെ ഫ്രോസൺ അവൈലബിൾ ആണ്. അതുകൊണ്ട് UK വന്നിട്ട് നാട്ടിലെ സാധനം മിസ് ചെയ്യുകയെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ ദുർഗ സ്റ്റോറിൽ വന്നിട്ട് നിങ്ങൾ മിസ് ചെയ്യാമെന്ന് പറയണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ നുണ പറയാമെന്ന് ഓർക്കും. ഓക്കെ, പിന്നെ നമുക്ക് മസാലാസ് നോക്കിക്കഴിഞ്ഞാൽ ഈ സെക്ഷൻ മൊത്തം മസാലേഴ്സാണ് കേട്ടോ. അത് നമ്മുടെ ശക്തിയുണ്ട്, ഈസ്റ്റേൺ ഉണ്ട്, ബ്രാഹ്മിൻസ് ഉണ്ട്, മേലനുണ്ട്, കിച്ചൺ ട്രഷേഴ്സ് ഉണ്ട്, അങ്ങനെ പിന്നെ സാറാസ് ഉണ്ട്, ഒത്തിരി ഞാൻ പേരെടുത്ത് പറയണില്ല. പിന്നെ അന്നപൂർണ, അതുപോലെ പിന്നെ ആച്ചി, അങ്ങനെ എല്ലാ ടൈപ്പും. അതും നമ്മുടെ ബിരിയാണി മസാല, ചിക്കൻ മസാല, മീറ്റ് മസാല, സാമ്പാർ പൊടി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ മുകളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ നോർത്ത് ഇന്ത്യൻ വെറൈറ്റി ഫുഡ്സ് വേണമെന്നുണ്ടെങ്കിൽ മസാലാസ് വേണം, ചാട്ട് മസാല, പാനിപൂരി, അതുപോലുള്ള എല്ലാ ഈ കടയുടെ അകത്ത് കയറി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ലോഡ് സാധനങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ളൂ. നിങ്ങളിവിടെ ഒരു വന്നാലാണ് മനസ്സിലാവുള്ളൂ. ഈ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റയിൽ കമൻറ്റ് ഇടാം, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തന്നെയായിരിക്കും. ഒരിക്കലും ഈ കടയിൽ വന്നത് ഒരു നഷ്ടമാവില്ല. ഇപ്പം ഞാൻ വാറിങ്ടണിൽ നിന്ന് വന്നപ്പോൾ ഒരു ധൃതിക്കൊന്ന് പെട്ടെന്ന് കയറിയതാണ്. കാര്യം നമുക്ക് ഈ പുട്ടുപൊടി, അപ്പത്തിൻ്റെ മാവ്, ദോശമാവ്, അതെല്ലാം ഇവിടെ കയറിയാൽ നിരാശപ്പെടൂല എന്ന് നമുക്ക് ഉറപ്പാണ്. എപ്പോൾ വന്നാലും ഇവിടെ സ്റ്റോക്കുണ്ട്. അതാണ് ഈ കടയുടെ ഒരു മെയിൻ ഹൈലൈറ്റ്. പിന്നെ ഈ കടയിൽ എന്തൊക്കെ ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ടെന്ന് അറിയാനായിട്ട് ഇവർക്കടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നോക്കുവാണെങ്കിൽ എന്തൊക്കെ കറണ്ട് ഓഫേഴ്സ്, പിന്നെ കറണ്ട് സാധനങ്ങൾ, പിന്നെ 20 പൗണ്ടിന് മേളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഡെലിവറി വഴി ചെയ്തു തരും. പിന്നെ അതുമല്ല, സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്ക് ഇവർക്കടെ കാർഡ്, അതായത് ഇവിടെ ഫസ്റ്റ് ടൈം വരുമ്പോൾ തന്നെ ഒരു കാർഡ് ചോദിക്കുകയാണെങ്കിൽ ഇവരൊരു കാർഡ് തരും. ആ കാർഡും കൊണ്ട് പിന്നെ നിങ്ങൾ എപ്പോൾ വന്നാലും നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടും ഉണ്ട്. അതുപോലെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഇവിടുത്തെ ഓണേഴ്സ് ആണെങ്കിലും സ്റ്റാഫ് ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലിയും നല്ല സർവീസും ആണ്. അത്യാവശ്യം നല്ല ഹൈജീനും എല്ലാ സാധനവും നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫുള്ളും അച്ചാറിൻ്റെ സെക്ഷൻ, ഇത് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളും മസാലപ്പൊടി, ഇവിടെ നമുക്ക് എന്താ പറയുക സോസേജ്, പിന്നെ അങ്ങനെ എല്ലാം. കട അത്യാവശ്യം നല്ല ഓർഗനൈസ്ഡ് ആണ്. ഫിഷ് ഐറ്റംസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനവും ഉണ്ട്. ഇപ്പം നമ്മുടെ കിങ് ഫിഷ് അവൈലബിൾ ആണ്, തിലാപ്പിയ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ മുള്ളൻ പോലത്തെ ഈ മീൻ അവൈലബിൾ ആണ്, കൊഴുവ, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ മീനും ഫ്രോസൺ ആയിട്ടാണ്. ഇപ്പൊ കൊഞ്ച് തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് 3 വെറൈറ്റി ഓഫ് സൈസ് തന്നെ ഇവിടെ അവൈലബിൾ ആണ്. സ്മോള്, മീഡിയം, ലാർജ്. പിന്നെ നമ്മുടെ നാട്ടിലെ ചാളയൊക്കെ ആണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് നമ്മൾ കൊണ്ടുപോയി മസാല പുരട്ടുക, പൊരിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. എല്ലാം ക്ലീൻഡ് ആണ് വന്നത്, എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് വന്നത്. പല വെറൈറ്റീസ് ഓഫ് ചപ്പാത്തി അവൈലബിൾ ആണ്. ഇപ്പൊ ആശീർവാദിന്റെ നമുക്ക് 2 കിലോയുടെ ഉണ്ട്, 5 കിലോയുടെ ഉണ്ട്, 10 കിലോയുടെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോക്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈവൻ ദൂരത്തുനിന്നാണെങ്കിലും ഇവരുടെ വാട്സപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്താൽ മതി, കറക്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം നമുക്കിപ്പോൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിപ്പോൾ നമ്മുടെ നാട്ടിലേക്കും കിട്ടുന്ന പോലെ എല്ലാ ടൈപ്പ് ഓഫ് പൊട്ട്, പിന്നെ അതേ പാമ്പും കോണി, പിന്നെ ക്യാരംസ് ബോർഡ്, പിന്നെ ഓയിലാണെങ്കിലും നമ്മുടെ നാട്ടിലെ പാരഷൂട്ടിൻ്റെ തന്നെ എല്ലാം വെറൈറ്റിയും, പിന്നെ ഡാബർ, അമൂലിൻ്റെ മൂവ്, പിന്നെ അതേ കോടാലി തൈലം, ടൈഗർ ബാം, അങ്ങനെ എല്ലാ സാധനങ്ങളും ഈ ഒരു ഷെൽഫ് നിറച്ചും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഐറ്റംസാണ് കേട്ടോ. ഇതൊന്നും വേറെ എവിടെയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഈവൻ ഫെയർ ആൻഡ് ലവ്ലി വരെ ഇരിക്കുന്നുണ്ട്. പിന്നെ മുടി കളർ ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം അത്യാവശ്യം എല്ലാം നല്ല ഓർഗനൈസ്ഡ് ആണ്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാം പക്ക അറേഞ്ച്മെൻ്റ് ആണ് ഇവർ ചെയ്തേക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. ഇറ്റ്സ് മീ അബി.